പക്ഷികൾ കൂട്ടത്തിലായി. പ്രിയമോടൊന്നു കൂടെ തിരികെ വന്നു നിൽക്കാൻ കൊതിയായെന്നും എൻ്റെ അക്ഷരമാമരക്കൊമ്പിലിരിക്കുന്ന പക്ഷികൾ കൂട്ടത്തിലായി. കലാലയം കലാമയം ആലോലമായി വിരാജിതം. കലാലയം കലാമയം ആലോലമായി വിരാജിതം. പ്രിയമോടൊന്നു കൂടെ തിരികെ വന്നു നിൽക്കാൻ കൊതിയായെന്നും എൻ്റെ അക്ഷരമാമരക്കൊമ്പിലിരിക്കുന്ന പക്ഷികൾ കൂട്ടത്തിലായി. പള്ളിക്കൂടം ഉള്ളിലോർക്കെ തുള്ളിച്ചാടും പുള്ളിമാനായി മനം മാറവേ. പള്ളിക്കൂടം ഉള്ളിലോർക്കെ തുള്ളിച്ചാടും പുള്ളിമാനായി മനം മാറവേ. തുള്ളിമഴയിൽ മെല്ലെ നനയും തുമ്പികളായി നമ്മൾ തുമ്പികളായി. ആ ജാലകവാതിലിലൂടെ അന്ന് കണ്ട കിനാവുകളാകെ, ആ ജാലകവാതിലിലൂടെ അന്ന് കണ്ട കിനാവുകളാകെ പുലരുന്നേ നിറയുന്നേ പതിവായി നിറമലരായി. കലാലയം കലാമയം ആലോലമായി വിരാജിതം. കലാലയം കലാമയം ആലോലമായി വിരാജിതം. തണൽ താഴെയതുപോലെ നിമിഷങ്ങൾ ഇനിയും തമ്മിൽ കാണുവാൻ. തണൽ താഴെയതുപോലെ നിമിഷങ്ങൾ ഇനിയും തമ്മിൽ കാണുവാൻ. കുഞ്ഞു പാവകൾ മഞ്ഞുതുള്ളികൾ ഓർമ്മകളായി, എല്ലാം ഓർമ്മകളായി. വെള്ളിമേഘമൊഴുകുന്ന തീരം കണ്ണിലേറുണർത്തുന്ന കാലം. വെള്ളിമേഘമൊഴുകുന്ന തീരം കണ്ണിലേറുണർത്തുന്ന കാലം. ഇനിയില്ല ഇടനേരം തഴുകാൻ അനുപമമാ. കലാലയം കലാമയം ആലോലമായി വിരാജിതം. കലാലയം കലാമയം ആലോലമായി വിരാജിതം. പ്രിയമോടൊന്നു കൂടെ തിരികെ വന്നു നിൽക്കാൻ കൊതിയായെന്നും എൻ്റെ അക്ഷരമാമരക്കൊമ്പിലിരിക്കുന്ന പക്ഷികൾ കൂട്ടത്തിലായി. കലാലയം കലാമയം ആലോലമായി വിരാജിതം. കലാലയം കലാമയം ആലോലമായി വിരാജിതം.
ഈ ചടങ്ങ് ആരംഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ വേദിയിലേക്ക് പ്രിയപ്പെട്ട നമ്മുടെ അധ്യാപകരായ ടി.എഫ്. മാസ്റ്ററെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സെലീന ടീച്ചറെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായി രാമചന്ദ്രൻ, ഉദ്ഘാടകൻ നമ്മുടെ 82-83 ബാച്ചിലെ നമ്മുടെ സഹപാഠി ഉമ്മർ. ഈ മനോഹര തീരത്ത് എന്ന് സന്തോഷത്തോടെ നമ്മൾ വിളിക്കുന്ന സഹപാഠി ഗ്രൂപ്പിൻ്റെ 3ാമത്തെ സംഗമം ആരംഭിക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥന. ശ്രീലത. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് രാമചന്ദ്രൻ വി കെ, ഇന്നത്തെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഉമ്മർ കെ എം, ഇന്ന് നമ്മുടെ പരിപാടിയുടെ മുഖ്യ അതിഥികളായ അയ്യപ്പൻ മാസ്റ്റർ, സെലീന ടീച്ചർ, പ്രിയപ്പെട്ട ജോയിന്റ് സെക്രട്ടറി നാരായണ ഭട്ടതിരി, സദാനന്ദൻ, ഹനീഫ, ജേക്കബ്, പ്രിയപ്പെട്ട സഹപാഠി സുഹൃത്തുക്കളെ, നമ്മൾ ഏകദേശം 6 വർഷത്തോളമായി നമ്മുടെ SSLC 82-83 വർഷത്തിൽ എരുമപ്പെട്ടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നും SSLC കഴിഞ്ഞ് പിരിഞ്ഞുപോയി. വളരെ ഏറെ കാലം നമ്മൾ പരസ്പരം കാണാതെയും നമ്മുടെ വിശേഷങ്ങൾ പരസ്പരം അറിയാതെയുമൊക്കെ കഴിഞ്ഞുകൂടി. അതിനുശേഷം ഒട്ടേറെ നമ്മുടെ സഹപാഠികളുടെ തീവ്രമായ ശ്രമഫലമായി നമുക്ക്
ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുന്നതിനും നമ്മുടെ ആ വർഷത്തെ 82-83 വർഷത്തെ മുഴുവൻ ക്ലാസ്സുകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് SSLC ബാച്ച് ആ സമയത്തെ SSLC ബാച്ച് ഒരുമിച്ച് ഒരു ടീമായി സഹപാഠി കൂട്ടായ്മയായി നമുക്ക് ഒരു സംഘടനാ രൂപത്തിൽ ആക്കുന്നതിന് സാധിച്ചു. അതിനൊട്ടേറെ നമ്മുടെ സഹപാഠികൾ വളരെയേറെ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്കതിന് സാധിച്ചത്. അങ്ങനെ നമ്മൾ 2019-ലും 2023-ലും 1-2 സംഗമങ്ങൾ സീസൺ 1, സീസൺ 2 എന്ന പേരിൽ ഈ മനോഹര തീരത്ത് എന്ന പേരിൽ നമ്മളിവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ആദ്യത്തെ സംഗമം എന്ന് പറഞ്ഞാൽ അത് ഇന്നും നമ്മളുടെ മനസ്സിലൊക്കെ സൂക്ഷിച്ചു വയ്ക്കാവുന്ന രീതിയിൽ അത്രയേറെ സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്ന രീതിയിൽ കുടുംബങ്ങളും കുട്ടികളും നമ്മുടെ സഹപാഠികളുമൊക്കെ ഒട്ടേറെ ആളുകൾ പങ്കെടുത്ത് ഈ വേദി നിറഞ്ഞു കവിയുന്ന രീതിയിൽ നമുക്ക് നല്ല ഒരു പരിപാടിയായിട്ട് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം നമ്മളെല്ലാവരും പരിചയപ്പെട്ടു. എല്ലാവരുടെയും ഫോൺ നമ്പറുകളൊക്കെ പരസ്പരം കൈമാറി. ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലും വ്യക്തിപരമായുമൊക്കെ നമ്മൾ പലരുമായും സംസാരിക്കുന്നതിനും ബന്ധങ്ങൾ പുതുക്കുന്നതിനുമൊക്കെ നമുക്ക് കഴിയുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു സംഗമം നടത്തണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ഇന്ന് നമ്മൾ ആ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഇവിടെ നമ്മൾ ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയുമാണ്. എന്തായാലും ഓരോ സംഗമം നടക്കുമ്പോഴും നമുക്ക് ഈ സംഗമത്തിന് നമ്മുടെ വിദേശ സുഹൃത്തുക്കൾക്ക് പലർക്കും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ലീവും പ്രശ്നങ്ങളുമൊക്കെ ആയി വളരെയേറെ സുഹൃത്തുക്കൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും നാട്ടിലുള്ള പരമാവധി ആളുകൾ എത്താൻ കഴിയുന്ന പരമാവധി ആളുകളും എത്തുകയും ഈ ചടങ്ങ് ഭംഗിയാക്കുന്നതിന് എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നമുക്ക് ഇവിടെ പരസ്പരം സംസാരിക്കുന്നതിനും സന്തോഷിക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഈ കൂട്ടായ്മയൊക്കെ നടത്തുന്നത്. ഈ കൂട്ടായ്മ തുടങ്ങിയതിന് ശേഷം നമ്മുടെ സഹപാഠികളെ, വിഷമതകളും കഷ്ടതകളും അനുഭവിക്കുന്ന സഹപാഠികളെ ചെറിയ തോതിലെങ്കിലുമൊക്കെ നമുക്ക് സഹായിക്കാൻ പല സന്ദർഭങ്ങളിലും സാധിച്ചു എന്നത് ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയൊരു സന്തോഷവും മഹത്തായ ഒരു പരിപാടികളുമായിട്ട് നമ്മൾ കാണുകയാണ്. ഇനിയും നമുക്കതിന് കഴിയണമെങ്കിൽ മുഴുവൻ സഹപാഠികളുടെയും സഹായവും സഹകരണവും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുന്ന സഹപാഠികളെ സഹായിക്കാൻ കഴിയും. അതിനെല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നുകൂടി ഈ സമയത്ത് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ അധ്യാപകരായ 2 പേരെ നമ്മൾ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും അവർ സസന്തോഷം നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അയ്യപ്പൻ മാസ്റ്ററെ ഈ ചടങ്ങിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ സെലീന ടീച്ചറോട് നമ്മൾ ക്ഷണിക്കുകയും സസന്തോഷമാ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യാനുള്ളതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെയാണ്. അത് നമുക്ക് ഔപചാരികമായി ഈ ചടങ്ങ് എന്നുള്ള നിലയ്ക്ക് ഔപചാരികമായ ഒരു സ്വാഗതം എല്ലാവർക്കും, വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരും ഒരേ തുല്യരായിട്ടുള്ള ആളുകളാണ്.
കുറച്ച് ആളുകൾ ഇവിടെ ഇരിക്കുന്നു, കുറച്ച് ആളുകൾ അവിടെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും തുല്യരായ ആളുകളാണ്. ആയതുകൊണ്ട് തന്നെ മുഴുവൻ സഹപാഠി സുഹൃത്തുക്കൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 82-83 സഹപാഠി ഗ്രൂപ്പിൻ്റെ സംഘമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. സംഘം എന്ന് പറഞ്ഞാൽ 3ാം സീസണാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട അയ്യപ്പ മാസ്റ്റർ, സെലിനി ടീച്ചർ, 82-83 SSC ബാച്ചിൻ്റെ 3ാമത് സംഗമം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ നിർവഹിക്കുന്ന നമ്മുടെ സഹപാഠിയായ ഉമ്മർ, പ്രിയപ്പെട്ട കൂട്ടുകാരൻ, സ്കൂൾ ചെയർമാൻ കൂടിയായിരുന്നു ഉമ്മർ. വേദിയിലെയും സദസ്സിലെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. പ്രിയപ്പെട്ട SSC കൂട്ടുകാരെ, 82-83 ശേഷം 30-35 വർഷത്തിലെ പരസ്പരം കാണാതെയും അറിയാതെയും ഇരുന്ന കൂട്ടുകാർ ഏകദേശം 6 വർഷങ്ങൾക്ക് ശേഷം ഈ സ്കൂൾ അംഗത്തിൽ ഒത്തുചേർന്ന് അങ്ങനെ ഒരു ഒത്തുചേരൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഈ കൂട്ടുകാരെ തിരഞ്ഞു പിടിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടി വളരെയേറെ കഷ്ടപ്പെട്ട് നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ 3ാമത്തെ സംഗമമാണ്. ഓർക്കുമ്പോൾ ഏറെ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്ന് നമ്മൾ ഒരു കുടുംബം പോലെയാണ്. നമ്മുടെ കൂട്ടുകാരുടെ കഷ്ടപ്പാടുകളും ചെറിയൊരു കൈത്താങ്ങാൻ നമുക്ക് കഴിയുന്നു. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും അഭിനന്ദിക്കാൻ, സന്തോഷിക്കാം. ഇനിയും നമ്മുടെ കൂട്ടുകാർ ഇതിൽ വന്നു ചേരേണ്ടതായവരുണ്ട്. നമ്മുടെ ഈ കൂട്ട് വേണ്ടപ്പെട്ട എല്ലാവരും വന്നു ചേർന്ന് അവർക്ക് വേണ്ട സഹായ സഹകരണം ചെയ്യണമെന്ന് കൂടി ഞാൻ ഈ സമയത്ത് പറയുകയാണ്. ഈ കൂട്ടായ്മ വളരെ സന്തോഷത്തോടെയും ഏറെ നാൾ നിലയ്ക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ഉണ്ടാകുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അയ്യപ്പ മാസ്റ്റർ, സെലീന ടീച്ചർ, മറ്റ് സുഹൃത്തുക്കളെ, സഹപാഠികളുടെ കുടുംബാംഗങ്ങളും കുറച്ച് പേര് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. സെക്രട്ടറിക്ക് അവിചാരിതമായി ചെറിയൊരു തടസ്സമുള്ളത് കൊണ്ടാണ് ജോയിന്റ് സെക്രട്ടറിയായി ഞാൻ ഇവിടെ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. നമ്മളിവിടെ 3ാമത്തെ സംഘമാണെന്ന് പറയുന്നുണ്ട്. 3 അല്ല 5 എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 2 സംഗമം നമ്മൾ ഓൺലൈനായിട്ട് നടത്തിയിട്ടുണ്ട്. വളരെ ശക്തമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇന്നത്തെ ഈ അറ്റൻഡൻസ് ഒരു സൂചകമല്ല എന്ന് എനിക്ക് തോന്നുന്നത്. പല കാരണങ്ങളെ കൊണ്ട് എത്താൻ പറ്റാത്തവരുണ്ട്. കുറച്ച് പേര് ഉച്ചയ്ക്ക് ശേഷം വരുന്നുണ്ടാവും. അപ്പോൾ ശക്തമായി തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ കഴിഞ്ഞ 6 വർഷക്കാലങ്ങളിൽ നമ്മൾ കുറേ കാര്യങ്ങൾ, അതായത് സോഷ്യൽ സപ്പോർട്ട് രൂപത്തിലും സൗഹൃദങ്ങളും അനുമോദനങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അതുകൂടാതെ ഗ്രൂപ്പിൽ നമ്മൾ പൊതുവെ സജീവമാണ്. ഈ അധ്യാപകരെന്ന് ഇവരെ നമ്മളെക്കാളും 10-15 വർഷം പ്രായം കുറവുള്ള കാലത്താണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ ഇപ്പോൾ 56 ആയവരാണ്. അവരുടെയൊക്കെ 30കളുടെയും 40കളുടെയൊക്കെ കാലഘട്ടത്തിൽ പഠിപ്പിച്ച അധ്യാപകരാണ്. അപ്പോൾ എനിക്ക് ഒരു ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 മിനിറ്റ് എടുക്കുകയാണ്. എനിക്ക് ബോംബെയിലുള്ള നമ്മുടെ സഹപാഠി നന്ദിനിയാണ് സെലീന ടീച്ചറുടെ നമ്പർ തന്നത്. അപ്പോൾ ഞാനൊരു ദിവസം വിളിച്ചു. ആദ്യം ടീച്ചർ എന്തോ തിരക്കിലായിരുന്നു. പിന്നീട് വൈകുന്നേരം തിരിച്ചു വിളിച്ച് ഞാൻ നാരായണനാണെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ചോദിച്ചത് തൻ്റെ കയ്യക്ഷരപ്പം നന്നായിട്ടുണ്ടോയെന്നാണ്. ഒരു കാലത്തും നന്നാവില്ല. അതല്ല, യാതൊരു സൂചന പോലും ഇല്ലാതെ വളരെ സ്പാർക്ക് പോലെ അവർ വാക്കുന്ന അത് തോന്നണമെങ്കിൽ അവരുടെയൊക്കെയോ മനസ്സിൻ്റെ ഉള്ളിൽ എവിടേക്കോ നമ്മളെവിടേക്കോ ഉണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ
അല്ലെ ഈ ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ ഈ മനോഹര തീരത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ രാമചന്ദ്രൻ, ഉദ്ഘാടകൻ പ്രിയ സുഹൃത്ത് ഉമ്മർ, നമ്മുടെ ആ വർഷത്തെ ചെയർമാനായിരുന്നു ഉമ്മർ 10B, ഏറ്റവും ബഹുമാന്യരായ ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ അയ്യപ്പൻ മാസ്റ്റർ, പ്രിയപ്പെട്ട സെലീന ടീച്ചർ. ഇവർ രണ്ടുപേരും, അയ്യപ്പൻ മാഷ് 9A എൻ്റെ ക്ലാസ് മാഷായിരുന്നു. സെലീന ടീച്ചർ എനിക്ക് ഫിസിക്സും ബി മലയാളമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ദുലേഖ എന്ന് പറയുന്നത് ഫിസിക്സ്. അന്ന് ഇടയ്ക്ക് പറയല്ല, ചില ഓർമ്മകൾ വരികയാണ്. ഈ കാർക്കൊല്ല പരീക്ഷയ്ക്ക് പ്രോഗ്രസ് കാർഡ് കിട്ടിയപ്പോൾ കുറച്ച് മാർക്ക് ഉണ്ടായിരുന്നു. അരക്കൊല്ല പരീക്ഷയ്ക്ക് അത് വല്ലാതെ കുറഞ്ഞു. അപ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അയ്യപ്പൻ മാസ്റ്റർ കാര്യം എഴുതി. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. അത് വലിയ ഒരു ചെറിയൊരു ട്രേണിംഗ് പോയിന്റ്. അതൊന്ന് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് 9-ൽ നിങ്ങൾക്കറിയാം, 9-ലൊക്കെ കെമിസ്ട്രി പഠിപ്പിച്ചിരുന്നത് വീണ്ടും വിത്ത് ഫുൾ റെസ്പെക്ട് തോമസ് വർഗീസ് മാഷായിരുന്നു. അപ്പോൾ മാഷയുടെ പഠിപ്പിക്കലെന്ന് വെച്ചാൽ ഈ മൂലകങ്ങളുടെ പേര് പഠിക്കുക. 105 മൂലകങ്ങൾ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ കൊണ്ട് അങ്ങോട്ട് പോകും. ഇപ്പോൾ ഓർമ്മയുണ്ട്. അപ്പോൾ അത് പഠിക്കാൻ ഒരുപാട് സമയം ചിലവഴിച്ചു. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയില്ല. കുറച്ച് മാർക്ക് കുറഞ്ഞ് മൂലകങ്ങളുടെ പേരാരും ചോദിച്ചു. അപ്പോൾ അത് ഓർമ്മയുണ്ടാവില്ല. കാരണം അത് എനിക്കൊരു ടേണിംഗ് പോയിൻ്റായി. അതായത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ ചെറിയ സൂചകങ്ങളാണ്. അപ്പോൾ ഞാൻ തുടരുകയാണ്. സെലീന ടീച്ചർ, വേദിയിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സദസ്സിലെ പ്രിയപ്പെട്ടവർ, കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. ഏകദേശം 2 വർഷത്തോളമായി നമ്മുടെ രണ്ടാമത്തെ സംഗമം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് 2023 ഫെബ്രുവരി 12-നാണോ എന്ന് സംശയമുണ്ട്. ഞാൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സംഗമത്തിന് അതുവരെയുള്ള വിപുലമായ പ്രവർത്തന റിപ്പോർട്ട് നമ്മൾ അവതരിപ്പിച്ചിരുന്നു. തുടർന്നുള്ള ഈ കാലയളവിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ കൊറോണ തുടങ്ങിയ മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമ്മുടെ സഹപാഠികളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ പേരെ ചെറുതായിട്ടാണെങ്കിലും നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊറോണയുടെ കാലഘട്ടത്തിൽ സംഗമം നടത്താതെ അതിനുവേണ്ടി സ്വരൂപിച്ച സംഖ്യ ആക്ട് എന്ന സംഘടനയെ സഹായിക്കുന്നതിന് വേണ്ടി വിനിയോഗിച്ചു. സ്കൂളിലെ കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിന് വേണ്ടി മൊബൈൽ ഫോൺ നൽകാൻ നമുക്ക് കഴിഞ്ഞു. ഇത് കഴിഞ്ഞ കാലങ്ങളിലെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. കഴിഞ്ഞ സംഗമത്തിന് മുമ്പ് ചെയ്തിട്ടുള്ള, കഴിഞ്ഞ നമ്മൾ 23-ലായിരുന്നു. ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള സംഘടനയുടെ ഇന്റേണൽ അല്ലാതെ അപ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. നമ്മുടെ സ്കൂളിലേക്ക് ട്രോഫി വെക്കുന്നതിനുള്ള അലമാര, മൈക്ക് സെറ്റ്, വീണ്ടും ഈ വർഷം അലമാര കൂടി നമ്മൾ നൽകുകയും. രണ്ടാമത് സംഗമത്തിന് ശേഷം നമ്മൾ ആദ്യമായി നടത്തിയത് SSLC+2 ഡിഗ്രി പാസ്സായ കുട്ടികളെ നമ്മുടെ സ്കൂളിൽ വെച്ച് തന്നെ ഒരു മൊമെൻറ്റോ നൽകി ആദരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കഴിഞ്ഞ കാലഘട്ടത്തിലെ നമ്മളുടെ ഏറ്റവും സന്തോഷമുള്ള കാര്യം, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സദാനന്ദന് സംസ്ഥാന ഗവൺമെൻറ് അവാർഡ് ലഭിച്ചു ചുമർ ചിത്രകലയ്ക്ക്. എക്സൈറ്റ്ലി അതിനാണോ അല്ലേ എന്നുള്ള സദാനന്ദൻ ക്ലാരിഫൈ ചെയ്യും. ആ സന്തോഷം പങ്കുവയ്ക്കുന്നതിന്, സദാനന്ദനെ ആദരിക്കുന്നതിന് വേണ്ടി നമുക്ക് നല്ലൊരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതിന് കഴിഞ്ഞു. ആയതൊരു സംഗമം പോലെ തന്നെ വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങാക്കി മാറ്റുന്നതിന് നമ്മുടെ കൂട്ടുകാരുടെ നിറസാന്നിധ്യവും സഹായവും ഏറെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. വീണ്ടും ഞാൻ എന്നെ എക്സ്ക്ലൂഡ് ചെയ്യണം, ഞാൻ ഉണ്ടായിരുന്നില്ല അന്ന്. രണ്ടാമത് സംഗമം കഴിഞ്ഞതിന് ശേഷം ഉള്ള ഈ കാലയളവിൽ നമ്മുടെ സഹപാഠികൾ അസുഖം മൂലം കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും നമുക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞു എന്നതിൽ ഏറെ നമുക്ക് സന്തോഷിക്കാവുന്നതാണ്. ഇനിയും നമുക്ക് കിലോമീറ്ററുകളോളം ഈ വിഷയത്തിൽ മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ കാലയളവിൽ ഏകദേശം 9 പേരെ നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞത് വളരെയേറെ സന്തോഷകരമാണ്. അത് ആ ഒരു നമ്പർ ഏതാണ്ട് 9. നമ്മുടെ കാരുണ്യയുടെ പ്രവർത്തനവും മറ്റും എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് നമ്മുടെ സഹപാഠികളുടെ അകമഴിഞ്ഞ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. നമുക്ക് നമ്മളെ തന്നെ അഭിനന്ദിക്കാം. വീണ്ടും കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് അതിലേക്ക് കടക്കാവുന്നതാണ്. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഗ്രൂപ്പിനെ സഹായിക്കുന്ന സഹപാഠികൾ ഒരിക്കലും അത് പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കാതെയാണ് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും വലിയൊരു ക്വാളിറ്റി. ഇടത് കൈ ചെയ്യുന്നു വലത് കൈ അറിയരുതെന്ന് പറയും. ഇപ്പോൾ നമ്മളൊരു എക്സിബിഷനത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. അതായത് നമ്മൾ ഒന്ന് ചെയ്തതിനെ 10 കാണിക്കുമ്പോൾ
നമ്മളത് കഴിയുന്നതും പേരുകൾ പരസ്യപ്പെടുത്താതെ അങ്ങനെ ചെയ്യുക. അതായത് നിസ്വാർത്ഥമായ എന്ന് പറയുന്നത് കുറച്ച് കൂടിയ വാക്കായിരിക്കും. പക്ഷെ എന്നാലും ഈ കാലഘട്ടത്തിൻ്റെ പ്രായോഗികതയിൽ അത് അങ്ങനെ തന്നെ അതിനെ കണക്കാക്കുന്നു. വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് നമ്മൾ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതും ഈ കൂട്ടായ്മ നിലനിൽക്കുന്നതും. ആയതുകൊണ്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് കൂട്ടായ്മ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായി കൂടെ ഉണ്ടാകണമെന്ന് ഏറെ വിനയത്തോടെ അറിയിക്കട്ടെ. വരും നാളുകളിൽ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമക്ഷത്തിൽ റിപ്പോർട്ട് സവിനയം സമർപ്പിക്കുക. ഈ മനോഹര തീരത്തെന്ന കൂട്ടായ്മയുടെ മൂന്നാമത് ഉദ്ഘാടന വേളയിൽ അധ്യക്ഷം വഹിച്ച നമ്മുടെ പ്രിയ സുഹൃത്ത് രാമേന്ദ്രൻ, നമ്മളെല്ലാം ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്ത് സംസാരിച്ച നമ്മുടെ പ്രിയ സുഹൃത്ത് വിഷയകുമാർ, റിപ്പോർട്ട് അവതരിപ്പിച്ച നമ്മുടെ പ്രിയ സുഹൃത്ത് നാരായണൻ ഭട്ടാതിരി, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന അയ്യപ്പൻ മാസ്റ്റർ, സെലീന ടീച്ചർ, ആശംസകൾ അറിയിക്കാൻ ഇവിടെ വന്നിട്ടുള്ള അനീഫ, സദാനന്ദൻ, നന്ദി പറയാൻ ഇവിടെ എത്തിയിട്ടുള്ള ജേക്കബ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള നല്ലവരായ സഹപാഠികളെ, സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, നമ്മൾ ഈ സ്കൂൾ അങ്കണത്തിൽ നിന്നും പിരിഞ്ഞു പോയി 42 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഇതിന് അവസരം നൽകിയ സർവേശ്വരന് ആദ്യമായി നന്ദി പറയുന്നു. തന്നെയുമല്ല, നമ്മോടുകൂടെ ഈ വേദിയിൽ ഇരിക്കേണ്ടതായ നമ്മുടെ സഹപാഠികൾ പലരും ഇന്ന് നമ്മോടുകൂടെ ഇല്ല. അവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. നമ്മളിൽ പലരും സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് കോളേജ് അതിനപ്പുറമുള്ള പഠിപ്പുകളെല്ലാം കഴിഞ്ഞ് പോയിരുന്നാലും ഈ സ്കൂൾ അങ്കണത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളെല്ലാവരും തന്നെ 15 വയസ്സുള്ള കുട്ടികളായി മാറുകയാണ്. നമ്മുടെ നാരായണൻ ഭട്ടാതിരിയുടെ കൂടെയൊക്കെ കുറേ കാലം ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നിട്ട് കുറച്ച് കവിതയൊക്കെ ഞാനും ചെല്ലാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 വരി കവിത ചൊല്ലാം. പോയ കാലം കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ, മിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം. കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ, മിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം. നാരായണജി ഭട്ടാതിരി പറഞ്ഞ പോലെ എനിക്ക് ഈ സ്കൂളിലേക്ക് വരുമ്പോൾ കയ്യെഴുത്തിനെ കുറിച്ചിട്ടല്ല ഓർമ്മ വരുന്നത്, എനിക്ക് മറ്റ് പല ഓർമ്മകളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതിപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല. എങ്കിലും നമ്മുടെ അയ്യപ്പൻ മാഷൊക്കെ എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് മാഷ് പറഞ്ഞു തന്ന പല കാര്യങ്ങളും ഇതൊക്കെ എന്തിനാണ് ഇത് പഠിപ്പിച്ചു എന്നുള്ള സമയം കളയുന്നത് ആലോചിച്ചിട്ട് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എൻ്റെ റൂട്ട് വേറെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. എങ്കിലും അവരുടെയൊക്കെ ആ നല്ല നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പിന്നെ നമ്മുടെ ഈ കൂട്ടായ്മ തുടങ്ങിയതിന് ശേഷം പല കൂട്ടായ്മകളും വന്നിട്ടുണ്ട്, പല സ്കൂളിലായാലും മറ്റു പല തലങ്ങളിലായാലും. പക്ഷെ അതൊന്നും അങ്ങനെ കൂടുതൽ കാലം നിലനിന്നിട്ടില്ല. നമ്മുടെ കൂട്ടായ്മ അത് 5 വർഷമായിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നതായ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് തുടർന്നും ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മോട് കൂടെ പഠിച്ചവർ പലരും പല ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വളരെ അഭിമാനമാണ്. അവർ നമ്മുടെ കൂടെ പഠിച്ചിരുന്ന ആളുകളാണെന്ന് പറയുമ്പോൾ നമുക്കത് വളരെ സന്തോഷം തോന്നാറുണ്ട്. തന്നെയുമല്ല, ഇതിലിപ്പോൾ നമ്മുടെ സദാനന്ദനെ പറഞ്ഞു, അതുപോലെ പലരും നമ്മുടെ ജയൻ, അതുപോലെ സുരേന്ദ്രൻ, അങ്ങനെ ഹനീഫ മാസ്റ്റർ, അങ്ങനെ പലരും നമ്മളുടെ കൂടെ പഠിച്ചവരാണ്. അവരൊക്കെ നമ്മൾക്ക് അഭിമാനം, ഈ നാടിന് അഭിമാനമായി മാറിയിട്ടുണ്ട്. അതിൽ നമുക്ക് വളരെ സന്തോഷം.
നമ്മൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതായ പല കാര്യങ്ങളും നമുക്ക് കൂട്ടായ്മയോടുകൂടി ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതെല്ലാ സംഘടനകളും ഉണ്ടായിരിക്കും. നമ്മുടെ ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിർവരമ്പുകളില്ല. നമുക്ക് കുട്ടിക്കാലത്തെ ആ ഓർമ്മകൾ പങ്കുവയ്ക്കാനും എന്തും തുറന്നു പറയാനുള്ള വേദിയാണ്. അപ്പോൾ ഇത്തരം ഈ കൂട്ടായ്മകൾ നിലനിന്ന് പോയാൽ നമ്മുടെ സമൂഹത്തിനോട് ചെയ്യുന്ന ആ ഒരു നല്ലൊരു കാര്യമാണ്. അത് നമ്മളെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ നാടിനും നമ്മുടെ സഹജീവികളോടും നമ്മൾ കരുണ കാണിക്കുക. പിന്നെ കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതപ്രകാരം ഞാൻ നിർവഹിച്ചു കൊള്ളുന്നു. എൻ്റെ ഈ ശബ്ദം ശ്രവിച്ച എല്ലാവരോടും നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ പരിപാടി വൻ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥിനികളെ, അന്ന് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 13, 14, 15 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ്. ഇപ്പോൾ നിങ്ങളെ കണ്ടാൽ ചിലരൊക്കെ എന്നേക്കാൾ പ്രായം കൂടിയതായിട്ട് തോന്നിക്കുന്നുണ്ട്. മുഖമൊക്കെ നിറച്ച് നാരായണത്തിൻ്റെ അപ്പോൾ കാലങ്ങളിങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഇപ്പോൾ 40, 42 കൊല്ലമൊക്കെ കഴിഞ്ഞ് കാണും. നിങ്ങൾക്കും നിങ്ങളുടെ മക്കളായിട്ടുള്ള അവർക്ക് ജോലിയായിട്ടുണ്ടാവും, അവരുടെയും മക്കളൊക്കെ ആയിട്ടുള്ള കാലങ്ങളായിട്ടുണ്ടാവും. ഞാൻ 30 കൊല്ലം സർവീസ് കഴിഞ്ഞ് പോയ ആളാണ്. ഫുൾ പെൻഷനൊക്കെ മേടിക്കുന്ന ആളാണ്. ആ സർവീസ് കഴിഞ്ഞ് ഇപ്പോൾ അതിൽ പകുതിയിലധികം കാലം കഴിഞ്ഞു. 18 വർഷമാവാൻ പോവാണ് പെൻഷൻ പറ്റിയിട്ട്. 17 വർഷം കഴിഞ്ഞു. അടുത്ത മാസത്തിലേക്ക് 18 വർഷം ആവാൻ പോവാണ്. അപ്പോൾ എൻ്റെ സർവീസ് കാലഘട്ടത്തിൽ ഞാൻ ആൺകുട്ടികൾ മാത്രമുള്ള സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, പെൺകുട്ടികൾ മാത്രമുള്ള സ്കൂളിലും പഠിപ്പിച്ചിട്ടുണ്ട്, മിക്സഡ് ആയിട്ടുള്ള ക്ലാസ്സിലും പഠിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥം പറയുകയെന്ന് വെച്ചാൽ 80 മുതൽ 88 വരെയാണ് ഞാനിവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല കാലം എനിക്ക് അതായിട്ടാണ് തോന്നിയിരിക്കുന്നത്. 3 കൊല്ലം മറ്റൊരു സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. അവിടെ ബോയ്സ് വേറെയാണ്, ഗേൾസും വേറെ. ബോയ്സും ഗേൾസും ഉണ്ട്, പക്ഷെ ക്ലാസ്സിൽ ബോയ്സ് കുട്ടികൾ മാത്രം ഒരുമിച്ചല്ല. അവർക്കൊരു ഗ്രൗണ്ട് അപ്പുറത്തും ഇപ്പുറത്തും വേണം. അങ്ങനെ പഠിപ്പിച്ചിരുന്ന അവിടെ ബോയ്സ് മാത്രം 10ാം ക്ലാസ്സും 8ാം ക്ലാസ്സും. പിന്നെ LP സ്കൂളിലൊക്കെ ആകുമ്പോൾ മാറ്റം ഉണ്ടായിരുന്നു മാത്രം. പിന്നെ മോഡൽ ബോയ്സിൽ, വടക്കാരി മോഡൽ ബോയ്സിൽ അവിടെ ഇതുപോലെ ബോയ്സ് മാത്രമായിരുന്നു. അപ്പോൾ അവിടെ കുസൃതികൾ കൂടുതൽ അവിടെ കാണാൻ കഴിയുക. അതുപോലെ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുന്നവരും അശ്രദ്ധയോടുകൂടി കളികളിൽ നടക്കുന്ന കുട്ടികളെ കൂടുതലും അവിടെ കാണാൻ കഴിയും. നിയന്ത്രിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് ഉള്ള ക്ലാസ്സായിരിക്കും പോകുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ മിക്സഡ് ക്ലാസ് ആയതുകൊണ്ട് കുസൃതികളും കുഴപ്പങ്ങളും ഇല്ലാണ്ടല്ല, എങ്കിലും ഒരു പരിധി വരെ എന്താ വെച്ചാൽ അപ്പുറത്ത് പെൺകുട്ടികളുണ്ടല്ലോ എന്നുള്ളത് തോന്നലായിരിക്കാമെന്ന് തോന്നുന്നു. ഇപ്പുറത്തുള്ളവർക്ക് ഒരു നിയന്ത്രണം, ചെറിയൊരു നിയന്ത്രണം ഉണ്ടെന്ന് മാത്രം. ആ ക്ലാസ്സിൽ സുഖമായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നതും ഇവിടെ തന്നെയാണ്. പിന്നെ ഈ നമ്മുടെ ഇലക്ഷൻ സമയത്തുള്ള കോലാഹലങ്ങൾ അതൊക്കെ ഗംഭീരമാണ്. അത് എല്ലായിടത്തും അന്നത്തെ കാലഘട്ടം എങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്രൊമോഷൻ കിട്ടിയപ്പോൾ ഏറ്റവും തണുത്ത പ്രദേശം മൂന്നാർ, അതിൽ ചെണ്ടുവര എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ സ്കൂളാണ്. അവിടെ
വർക്ക് ചെയ്യേണ്ടി വന്നു. തണുത്ത് മരവിച്ച ഡിസംബർ 30 ജനുവരി 1 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തേയിലകൾ അടക്കം, തേയിലത്തോട്ടടക്കം കരിഞ്ഞുകൊണ്ടിരിക്കുന്ന, തണുപ്പുകൊണ്ട് കരിയാണ്, ചൂടുകൊണ്ടല്ല, തണുപ്പുകൊണ്ട് കരിഞ്ഞ് കൊണ്ടിരിക്കുന്ന അവസ്ഥ. അതേപോലെയുള്ളൊരു സ്ഥലത്ത് 1 കൊല്ലം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ നാട്ടിൽ വന്നു, വടക്കാഞ്ചേരി, ചാവക്കാട്, അങ്ങനെയൊക്കെ അവിടെ റിട്ടയർ ചെയ്ത് പോകുന്നു. അപ്പോൾ റിട്ടയർ ചെയ്തിട്ട് പിന്നെ 17 കൊല്ലം കഴിഞ്ഞു. ഈ ചുരുക്കം പറയുന്നത് നമ്മൾ സർവീസിലേക്കാൾ സുഖം ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായിട്ടും അതാ പറയുന്നത്, സാമ്പത്തികമായിട്ടും ഇപ്പോൾ മെച്ചം ആണ്, മറ്റ് സർവീസിലുള്ളതിനേക്കാൾ മെച്ചമാണ് സാമ്പത്തികമായിട്ടും കൂടി ഇപ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരെയും കാണാൻ ഈ സാഹചര്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷം. അതിൻ്റെ ഈ സമയം ഉണ്ടാക്കി തന്നതിൽ വളരെയധികം സന്തോഷം. നമ്മുടെ സഹപാഠി ഗ്രൂപ്പിൻ്റെ ഈ സ്കൂളിലേക്കുള്ള ഉപഹാരം അയ്യപ്പൻ മാഷ് അത് കൊടുക്കുന്നതായിരുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ എന്ന് തന്നെ ഞാൻ പറയട്ടെ. കാരണം പല വിധത്തിലുള്ള ജീവിതത്തിലെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചവരാണ്. ഇനി എൻ്റെ മുന്നിലിരിക്കുന്നവരെ കുട്ടികളെന്ന് വിളിക്കണോ? അതെ, പലരും അച്ഛന്മാരും അമ്മമാരും അച്ഛമ്മമാരും ഒക്കെ ആയവരാണ്. എന്നിരുന്നാലും 82-83 എൻ്റെ 15 പൊടിമീശക്കാരും, പിന്നെ എന്താ പറയേണ്ടത്, പെൺകുട്ടികളെ എന്താ പറയണ്ടേ, പിന്നിയ മുടിയും റിബനും കെട്ടി വന്നിരുന്ന ആ പഴയ കാലത്തിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പലരുടെയും മുഖങ്ങൾ ഇപ്പം നിങ്ങൾ അമ്മച്ചിമാരൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മുഖങ്ങളൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും കുറേ പേരെയൊക്കെ എനിക്ക് ഓർമ്മയിൽ വരുന്നുണ്ട്. നാരായണൻ പറഞ്ഞതുപോലെ ചിലരുടെ ഹാൻഡ് റൈറ്റിങ്ങുകൾ, കയ്യക്ഷരം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ മാത്രമല്ല, നല്ല കയ്യക്ഷരങ്ങളും അതുപോലെ തന്നെ കുറച്ച്, അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 1 വേർഡ് ഉത്തരങ്ങൾ നോക്കുമ്പോഴേ നല്ല കയ്യക്ഷരമാണെങ്കിൽ വേഗത്തിൽ ടിക്ക് ചെയ്ത് പോകാൻ സാധിക്കും. ചില കയ്യക്ഷരങ്ങൾ അത് അവരുടെ കുറ്റമല്ല, അവർ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. ഞാൻ അത്ര നല്ല കയ്യക്ഷരമുള്ള വ്യക്തിയൊന്നുമല്ല. എന്നിരുന്നാലും 1 വേർഡ് നോക്കുന്ന സമയത്ത് ദേഷ്യം വരും ഈ കയ്യക്ഷരത്തിൻ്റെ. അതാണ് അവർ പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ ചിരിക്കുന്ന മുഖങ്ങൾ കാണുമ്പോൾ നിങ്ങളിപ്പോഴും പാവാടക്കാരികളും പൊടിമീശക്കാരും ആണെന്നാണ് എൻ്റെ മനസ്സിൽ, എൻ്റെ കണ്ണിൽ. അപ്പം ഞാനും ചെറുപ്പാവൂലോ. പിന്നെ 1972 മുതൽ ഞാൻ അധ്യാപന രംഗത്തുണ്ട്. പക്ഷേ ആദ്യമൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, അതുപോലെ മാനേജ്മെൻറ്റ് സ്കൂള്, അങ്ങനെയൊക്കെ ആയിരുന്നു. 78 ഞാനിങ്ങനെ എരുമപ്പെട്ടി സ്കൂളിൻ്റെ ഒരു ഭാഗമായി വരുന്നത്. 78 തുടങ്ങി 2003 വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ PSC കിട്ടിയപ്പോൾ എന്തായാലും ബസ്സില്ലെങ്കിലും നടന്നു വരാൻ തന്നെ സാധിക്കും. ഞങ്ങൾ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട് ആ ഭാഗത്തുനിന്ന്, ഞങ്ങളെല്ലാവരും കൂടി നടന്നു വരും. അത്രയും സൗകര്യമുള്ള സ്കൂളാണ്. പിന്നെ സ്നേഹനിധികളായ കുട്ടികളും, ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾ നല്ല ടൈയും പിന്നെ ഷൂ ഒക്കെ ഇട്ട് വരുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ നിങ്ങളോളം സ്നേഹം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ പല ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് നിങ്ങൾ. ലൈൻ ബസ്സിൽ കയറിയിട്ടും അതുപോലെ കഷ്ടതകൾ സഹിച്ചിട്ടും പല വീടിൻ്റെ സാഹചര്യത്തിൽ നിന്ന് അവർക്കുള്ള ആ ഐക്യവും സ്നേഹവും ടീച്ചേഴ്സിനോട് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴും ചോദിച്ചു. ഇവിടെ പലരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. കുട്ടികൾ എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിച്ചു. കാരണം എൻ്റെ അനുഭവം അതാണ്. കുറച്ചുകൂടി എന്താ പറയുക, ഹെഡ് വെയിറ്റ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെയുള്ള കുട്ടികളെയാണ് എനിക്ക് ആദ്യകാലങ്ങളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴത്തെ ഒരു വളരെ സ്നേഹം നിറഞ്ഞ, ഞാൻ പുകഴ്ത്തി പറയല്ല, ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്നാണ് അധികം കുട്ടികളും. അവർക്ക് അതിൻ്റേതായ ഒരു നിർമ്മലത, ഒരു ലാളിത്യവും സ്നേഹവും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പിന്നെ പോകാൻ തോന്നിയില്ല. പിന്നെ വീടിൻ്റെ അടുത്താണ്, നടന്നു വരാം. ബസ്സില്ലെങ്കിലും വരാനുള്ള ഇതൊക്കെയുണ്ട്. നിങ്ങളിൽ പലരും ഉയർന്നു പോയിട്ടുണ്ട്. എല്ലാവർക്കും ഉന്നതിയിലെത്താൻ പറ്റിയിട്ടുണ്ടാവില്ല, എല്ലാം ശരി.
പക്ഷേ നിങ്ങളുടെ ഈ കൂട്ടായ്മ നിങ്ങളെ പല വിധത്തിലും സഹായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ ഈ റിപ്പോർട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എല്ലാവർക്കും 2025 എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. വിഷമമുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുള്ളവരുണ്ട്. കൂട്ടുകാരോട് നിങ്ങൾ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങളും ഈ വയസ്സായ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടുകാരെ എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ചിലപ്പോൾ കാണാറുണ്ട്. വയ്യാതെ ഇരിപ്പാണ്, പള്ളിയിലൊന്നും വരാനും അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. എന്നെ മാത്സ് പഠിപ്പിച്ചിരുന്ന ടീച്ചറുടെ പേര് സിസിലി എന്നാണ്. പാലക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ വീട്ടിൽ പോകുമ്പോൾ പോയി കാണാറുണ്ട്. അപ്പോൾ അതുപോലെ ഇത്രയും 42 കൊല്ലം കഴിഞ്ഞിട്ടും ഞങ്ങളെ ഓർക്കുകയും ഞങ്ങളെ ആദരിക്കുകയും ചെയ്ത എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ ഇങ്ങനെ ആദരിക്കണമെന്നല്ല, നിങ്ങളുടെ ഓർമ്മകളിൽ ഞങ്ങൾ ഉണ്ടാവണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലെ നമ്മളുടെ ഗുരുസ്ഥാനീയരായ ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്കും കൂടെ സദസ്സിലും വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹപാഠി കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇവിടെ മുൻപ് പല പ്രാവശ്യം ഈ ഗ്രൂപ്പിനെ പറ്റി വ്യക്തമായി എല്ലാവരും പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി വീണ്ടും അത് ആവർത്തിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. എങ്കിലും ചില വിഷയങ്ങളെ മുൻനിർത്തി നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ആദ്യമായി പറയട്ടെ, ഈ ഗ്രൂപ്പ് രൂപീകരിച്ചതിന് ശേഷം നമ്മുടെ ഇടയിൽ നിന്നും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ സഹപാഠി സഹോദരി സഹോദരന്മാർക്കും ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആശംസ ചടങ്ങിലേക്ക് കടക്കുന്നു. ഒരു ജീവിത യാത്രയിലെ സായാഹ്നങ്ങളെന്ന് വിളിക്കാൻ കഴിയുന്ന പദങ്ങളിലേക്ക് കടന്നുപോയവരാണ് നമ്മളെല്ലാം. അതിനുശേഷമാണ് ഈ ഗ്രൂപ്പിൻ്റെ ആരംഭം തന്നെ. ടെക്നോളജിയുടെ ഭാഗമായി നമുക്ക് കിട്ടിയ ഒരു ആനുകൂല്യം. അപ്പോൾ നമ്മളെല്ലാവരും ഗൃഹസ്ഥരും രക്ഷകർത്താക്കളും അതുപോലെ തന്നെ കർത്തവ്യ നിരതരായിട്ടുള്ള പിതാക്കന്മാരോ ഈ പറഞ്ഞ പോലെ മുത്തച്ഛന്മാരൊക്കെ ആയിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ കുടുംബമോ സമൂഹമോ അതിനോട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും ഒരു പ്രത്യേക ധാരണാബോധത്തോടു കൂടിയുള്ള പ്രായത്തിലാണ് നാം ഈ ഗ്രൂപ്പിലേക്ക് കടന്നു വന്നത്. സ്വാഭാവികമായും വ്യക്തിപരമായ വീക്ഷണകോണുകളിൽ വിവക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴോ വിവരണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴോ വ്യത്യസ്തത പുലർത്തുന്ന ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. അത് ഏത് കാലാവസ്ഥയിലും ഉണ്ടാവാം. എങ്കിൽ പോലും നമ്മളെല്ലാം ഐക്യബോധത്തോടെ ഈ ഗ്രൂപ്പിൻ്റെ ഒരു ഞാണിൽ, നാരായണൻ പറഞ്ഞ വിദ്യാലയത്തിൻ്റെ കവിതകളൊക്കെ ഓർത്തുകൊണ്ട് തന്നെ പറയട്ടെ, ഒരു ഞാണിന്മേൽ കെട്ടിയ വില്ലിൽ വിട്ട് അതിൻ്റെ ആ ഏകതാബോധത്തോടു കൂടി ലക്ഷ്യത്തിലേക്ക് കൊടുക്കുന്ന അതിനെ ആ ബോധ്യത്തോടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്നേഹവും കരുതലും ഐക്യബോധവും ഒരു ബലവും ഉൾബലവും വളരെ വലുതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പലപ്പോഴും. എന്തായാലും ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തെ ഭാരവാഹികളായവർ അവരുടെ കർമ്മങ്ങളെല്ലാം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ മുന്നിൽ കണ്ട് പ്രവർത്തിച്ചു എന്ന് വേണം കരുതാൻ. സംഘാടനത്തിലെ മികവ്, പെരുമ അതൊന്നും പറഞ്ഞ് അതിൻ്റെ മുൻനിർത്തിയല്ല പറയുന്നത്. അവർ കഴിഞ്ഞ എനിക്ക് തന്നൊരു ഒരു അന്നത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ അവാർഡിനോടനുബന്ധിച്ച്
ആദരിക്കാൻ കൂടി ഇവർ മുന്നിട്ടിറങ്ങി നിന്ന് നിങ്ങളെല്ലാവരും സ്വരൂപിച്ചുകൊണ്ട് നടത്തിയ ആ വേദിയിൽ പോലും നമ്മൾ ഇതുപോലുള്ള വലിയൊരു കൂട്ടായ്മയ്ക്ക് അന്നത്തെ ഒരു സംഘാടന മികവ് കണ്ടതാണ്. തുടർന്നും അതുപോലെയുള്ള നല്ല സംഘാടന മികവുള്ളവർ തന്നെ ഇതിൻ്റെ മുമ്പിൽ വന്ന് പ്രവർത്തനക്ഷമമാക്കി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഐക്യബോധത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയട്ടെ എന്ന് ഞാൻ ഇപ്പോൾ ആശംസിക്കുന്നു. കൂടെ ഇതുവരെ അവർ പ്രവർത്തിച്ച അവരുടെ പ്രവർത്തന മികവിനെ ആശംസകൾ അർപ്പിക്കുന്നു. ഒപ്പം നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങ് വളരെ സുസ്ഥിരമായ അവസ്ഥയിൽ എത്തിച്ച എല്ലാ അതിൻ്റെ ഭാരവാഹികളോടും നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട ഗുരുനാഥന്മാരെ, എൻ്റെ സുഹൃത്തുക്കളെ, യാദർശികമായിട്ടാണ് ഇപ്പോൾ ഇന്ന് ഈ പരിപാടിയിൽ ഞാൻ ഉണ്ടാവാൻ കാരണം എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു ഇന്നത്തെ പരിപാടിയാണെന്നുള്ളത്. അങ്ങനെ ഇന്നലെ കറണ്ടില്ല എന്ന് പറഞ്ഞിട്ട് രാമേന്ദ്രൻ പിന്നെ സുന്ദർലാലിൻ്റെ അടുത്തൊക്കെ വിളിച്ചപ്പോഴാണ് ഇന്നാണ് പരിപാടി എന്ന് അറിയാൻ കഴിഞ്ഞത്. ഒന്നും ഉണ്ടായിട്ടല്ല, 1-2 കല്യാണങ്ങളുണ്ടാവും, ഇന്ന് രാവിലെ തന്നെ ഇറങ്ങാം എന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴായിരുന്നു. കുഴപ്പമില്ല, എല്ലാവരും കാണാൻ പറ്റി. പിന്നെ ഗ്രൂപ്പ് വളരെ സജീവമാണ്. എനിക്കും സജീവമാവണമെന്ന് വിചാരിച്ച് ഞാൻ കയറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് വരുമ്പോഴേക്കും പിന്നെ ഒരു 100, 150, 200 മെസ്സേജാവും വരിക. കാരണം അത് മോശമായിട്ടല്ല, അത്രയും സജീവമായിട്ടുള്ളൊരു ഗ്രൂപ്പ് ആയതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടാറില്ല. അപ്പോൾ പിന്നെ അങ്ങനെ നോക്കും, വേറെ അഭിപ്രായങ്ങളൊന്നും പറയാറില്ല. എന്തായാലും വളരെ നല്ല ഭംഗിയോടും ശക്തിയോടും കൂടിയിട്ടാണ്. പിന്നെ ഉമ്മറിൻ്റെയൊക്കെ പാട്ട് കേൾക്കേണ്ട ഒരു അവസ്ഥ നമുക്കതിൽ വരുന്നുണ്ട്. കാരണം കുഴപ്പമില്ല, നമ്മുടെ ഗ്രൂപ്പിൽ പാടി തെളിഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. പിന്നെ തന്നെ നമ്മളുടെ നാരായണൻ്റെ കവിതകളൊക്കെ വളരെ വളരെ സജീവമായിട്ടാണ്. ചെറിയ കുട്ടിക്കാലം എന്നുള്ള റേഞ്ചിലാണ് ഇപ്പോൾ അതിലും കാണുന്നത്. അപ്പോൾ എല്ലാവരും ഗ്രൂപ്പ് വന്നതിൽ ആ ഗ്രൂപ്പിലുള്ളവർ വളരെ മാനസികമായിട്ട് വളരെ സന്തോഷത്തിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് സർവശക്തൻ നിലനിർത്തി തരട്ടെ. പിന്നെ നമ്മളെ ഗുരുനാഥൻ മോശക്കാരനൊന്നല്ലായിരുന്നു, നല്ല അടിക്കാരനായിരുന്നു. നല്ല അടി എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് അടി കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ സാറിനെ അന്ന് മുതൽ ഇന്ന് വരെ മനസ്സിൽ ഓർക്കുന്ന ഒരാളാണ് ഞാൻ. അതേമാതിരി തന്നെ നമ്മളെ ടീച്ചർ ചെറുതായിട്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുള്ളൂ, പക്ഷെ നമ്മളെ സ്നേഹിച്ച് ഒരു നല്ല അധ്യാപികയായി മാറിയിട്ടുള്ള ടീച്ചറാണ്. അപ്പോൾ 2 ടൈപ്പാണ് അധ്യാപകരുള്ളത്. ഒന്ന് കുറ്റങ്ങൾ കാണുമ്പോൾ ചീത്ത പറയുക, വഴക്ക് പറയുക, ഉപദേശിക്കുക, അടിക്കുക. ഒരു വിഭാഗം അധ്യാപകർ ഇങ്ങനെ സ്നേഹിച്ച് താലോലിച്ച് മക്കളെ പോലെ കൊണ്ട് നടക്കുക. ഈ 2 വിഭാഗം അധ്യാപകരെയും നമ്മൾ മറക്കാറില്ല, ഞാൻ മറക്കാറില്ല. എല്ലാവരും അങ്ങനെ തന്നെയെന്നാണ് നമ്മളുടെ വിശ്വാസം. പിന്നെന്താ, എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും സർവശക്തൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനോടൊപ്പം തന്നെ വരും കാലങ്ങളിലും നമ്മൾ ഗ്രൂപ്പ് നല്ല ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നൽകുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് ചെറിയൊരു ഉപഹാരം നൽകുന്നുണ്ട്. നമ്മുടെ ഈ പ്രസിഡന്റ് രാമചന്ദ്രൻ അത് നൽകുന്നതായിരുന്നു. പ്രിയ പരിപാടി സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ സീസൺ 3 അതിമനോഹരമായ ആ ടൈമിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സഹപാഠി കൂട്ടായ്മയുടെ കുടുംബ സംഗമമാണ്. നമ്മുടെ ഈ കൂട്ടായ്മ ഒരുപാട് വ്യക്തികൾക്ക് അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. ഒരുപാട് വ്യക്തികൾ ഇന്നും എൻ്റെ ഫോണിലുണ്ട്. ഓരോരുത്തരുടെയും അവസ്ഥകൾ മരണത്തോട് മല്ലടിച്ച് മരണത്തിലേക്ക് നയിച്ചവർക്കും നമുക്ക് സഹായിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 1,21,000 ചില്ലാനം ഉറുപ്പ്യ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 1,03,000 ചില്ലാനം ഉറുപ്പ്യ വേറൊരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പല സംഖ്യകളും കൂട്ടി നോക്കിയാൽ വലിയൊരു എമൗണ്ട് കാരുണ്യനിധിയിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചെറിയ കൈത്താനാണ്. ഇന്ന് നമുക്ക് ഒരുപാട് വ്യക്തികൾ സ്പോൺസർ ചെയ്താണ് നമ്മുടെ പരിപാടി മുന്നോട്ട് പോകുന്നത്.
ഒരു താങ്ങ് ഒരു താങ്ങ് നമ്മുടെ കയ്യിലൂടെ കടന്നു പോയാൽ അത് ഒരുപാട് വ്യക്തികൾക്ക് നന്മ ഉണ്ടാകുമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക. അടുത്ത വർഷം ഈ സീസൺ 4ലേക്ക് കടക്കാൻ ഞാനോ നിങ്ങളോ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മുടെ ഈ കർമ്മ പ്രവർത്തികളിലെ സജീവമായ പങ്കാളിത്തം നമ്മൾ ഓരോരുത്തരും വഹിക്കണമെന്ന് പ്രത്യേകിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ അധ്യക്ഷൻ സജീവമായി പങ്കെടുത്ത് എല്ലാവരെയും വിളിച്ച് കത്തുകൾ അയച്ച് എല്ലാവരെയും ക്ഷണിച്ചു. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഈ സീസൺ 3യുടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ചെയർമാൻ, നമുക്കറിയാം ചെയർമാൻ വിളിക്കാത്ത സഹപാഠികൾ ഈ ഗ്രൂപ്പിനകത്ത് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പേരില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമ്പർ ഇല്ലാത്തത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ 1 or 2 പ്രാവശ്യം മാറി മാറി വിളിക്കുന്ന നമ്മുടെ ഉമർ കാരുണ്യനിധിയിലേക്കൊക്കെ വലിയ സംഖ്യകൾ നൽകി നമ്മളെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താൻ സഹായിക്കുന്ന വ്യക്തിയാണ് ഉമർ. അദ്ദേഹത്തിനും ഈ സീസൺ 3യുടെ നന്ദി നമ്മളെല്ലാവരുടെ പേരിൽ നൽകിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി രാമചന്ദ്രൻ, അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബദലാണ് നമ്മുടെ സെക്രട്ടറി രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പകരക്കാരനായിട്ട് ജോയിന്റ് സെക്രട്ടറി ഇന്നിവിടെ വന്നിരിക്കുകയാണ്. അവർക്ക് 2 പേർക്കും ഈ സീസൺ 3യുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നത് നമ്മുടെ അയ്യപ്പ മാഷാണ്. ഞാൻ കുറച്ച് കാലത്തിന് ശേഷം അയ്യപ്പ മാഷെ കണ്ടത് അമല ഹോസ്പിറ്റലിൽ വെച്ച്. ശരി മാഷ? അതെ, അമല ഹോസ്പിറ്റലിലെ വൈഫിനെയും കൊണ്ടുവന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞുപോയി, മാഷെ സ്കൂളിൽ സീസൺ 3യുടെ കാര്യം ക്ഷണിച്ചിട്ടില്ലേ? അപ്പം എന്നെ പെട്ടെന്നൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. സംഗതി ഞാൻ മുതിർത്തിക്കാരനാണെങ്കിലും എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ മാഷ നേരത്തെ പറഞ്ഞില്ലേ, മാഷയൊക്കെ പ്രായമുള്ള കുട്ടികളാണോ അവിടെ എന്നുള്ളൊരു മാഷക്കൊരു ചിന്തയുണ്ടാവും. അപ്പോൾ എന്താ പേര് എന്താ എന്നൊക്കെ മാഷ് ചോദിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ വിവരിച്ചു. നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് നാരായണൻ വിളിച്ചത് തന്നെ. മാഷെ കണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്പർ മേടിച്ചോളൂ, നാരായണൻ വെട്ടത്തിരി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. മാഷ് ചോദിച്ചു, ഏതാ ഈ നാരായണൻ നമ്പൂതിരി? മാഷക്കും മനസ്സിലായില്ല. അങ്ങനെ ഒരു കടന്നുപോക്കൽ ഈ ദിവസങ്ങളിലുണ്ടായി. മാഷെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന മാഷക്കും ഈ സീസൺ 3യുടെ അങ്ങയുടെ മക്കളുടെ എല്ലാ നന്ദികളും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ സെലിൻ ടീച്ചർ മങ്ങാടാണ്, ചാത്തക്കുളം വഴിയിലാണ്. ആദ്യത്തെ തെരുവ്, 2ാമത്തെ തെരുവ് കഴിഞ്ഞാൽ ടീച്ചറുടെ വീട് കാണാം. ഒഴിവുള്ളപ്പൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് അന്വേഷിച്ച് കടന്നു ചെല്ലുന്നത് നല്ലതാണ്. ടീച്ചറും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നതിന് പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ കുട്ടികളുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചുമർ ചിത്രകാരൻ സദാനന്ദൻ നമ്മുടെ ചങ്കാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചിത്രങ്ങളിലൂടെ ഭാവനയിൽ ഉരുവിട്ട് അദ്ദേഹം വരച്ചു തീർക്കുമ്പോൾ എൻ്റെ ശിരസ് മാത്രം ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ അദ്ദേഹത്തിൻ്റെ കലയാണ്. മനോഹരമായ ചിത്രങ്ങളിലൂടെ നമ്മുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹനം ചെയ്യുകയും ചെയ്യുന്ന സദാനന്ദന് പ്രത്യേകിച്ച് നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. അതുപോലെ തന്നെ അനീഫ് മാഷ് ഇപ്പോൾ റിട്ടയർഡായി. ഒരുപാട് കുറുമ്പനാണ്, നമുക്കറിയാലോ. മാഷയെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് നമുക്ക് വേണ്ടി ആശംസകൾ അർപ്പിച്ച അദ്ദേഹത്തിനും നമ്മുടെ കൂട്ടായ്മയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ സഹപാഠികളെ വേദിയിലിരിക്കുന്നതിനേക്കാൾ പ്രാധാന്യമാണ് സദസ്സിലിരിക്കുന്ന നിങ്ങളിൽ. കാരണം എവിടെ നിന്നൊക്കെ ഓരോരുത്തർ വന്നേക്കണേ, പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിന് അത്യാവശ്യ ഘട്ടങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് അതിനേക്കാൾ ആവശ്യമാണ് ഈ പ്രോഗ്രാം എന്ന് ചിന്തിച്ചാണ് ഇന്നിവിടെ ഓരോരുത്തരും വന്നിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ ഒരു ജ്വലനം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പേര് ത്യാഗെടുത്തൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്.
നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നിവിടെ ആയിരിക്കുന്ന വ്യക്തികൾക്കും ആയിരിക്കേണ്ട വ്യക്തികൾക്കും നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ സഹപാഠി സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ, മറ്റൊരു കാര്യം, നമ്മുടെ സൗണ്ട് വെളിച്ചം മാത്രമല്ല സ്കൂളിൽ നമുക്ക് അനുവദിച്ചു തന്നത് ടീച്ചറെ പല പ്രാവശ്യം വന്ന് കണ്ടു, അതിനൊക്കെ അനുവാദം കിട്ടി. ഒരു മെമൻറ്റോ നമ്മുടെ വഴി അവിടെ കൊടുക്കാനായിട്ട് സാധിച്ചു. നല്ലൊരു അൽമാരി നേരത്തെ നിങ്ങൾ കൊടുത്ത് കാണും, അത് അൽമാരിയുടെ ചാവിയാണ് കൊടുത്തത്, ഗോൾഡ് കോയിനൊന്നും അല്ല. പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലായില്ല. അല്പം പക്ഷേ അദ്ദേഹത്തിന് കൈമാറിയത് നമ്മുടെ അൽമാരിയുടെ ചാവിയാണ്. നമ്മൾ 2-3 കൊല്ലം നമ്മൾ ഓരോ പ്രോഗ്രാം ചെയ്തു. അതൊക്കെ സ്കൂളിന് ഒരു നേട്ടമായിട്ട് നമ്മുടെ വഴി ചെയ്യാനായിട്ട് സാധിച്ചു. അതിന് സഹകരിച്ചതും നമ്മളെ ഈ മേഖലയിലേക്ക് എത്തിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അതുകൂടാതെ നമുക്ക് എല്ലാ വർഷവും നമ്മളെ ക്യാമറയിൽ ഉൾപ്പെടുത്തുന്ന ഒരു വ്യക്തിയുണ്ട്. അത് നമ്മുടെ ഷൈനിയുടെ ഭർത്താവാണ്. നമ്മുടെ എല്ലാ സീസണിലും അദ്ദേഹത്തെയാണ് വിളിക്കാറ്. ഈ പ്രാവശ്യം കാശ് മേടിക്കുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. ഉപജീവന മാർഗമല്ലേ നമ്മുടെ സഹപാഠി ഷൈനിയുടെ കുടുംബത്തിനും ഇവിടെ സഹകരിക്കുന്ന ക്യാമറയിലെ നമ്മളെ ഒപ്പിയെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ആർക്കെങ്കിലും വിട്ടുപോയിട്ട് അതുകൂടാതെ തന്നെ നമുക്ക് ഈ സഞ്ചി, അതിൽ ചോക്ലേറ്റുകൾ ഒക്കെ സ്പോൺസർ ചെയ്ത വ്യക്തികളുണ്ട്. അവരെ ഞാൻ പേര് പറയുന്നില്ല. അവര് വിദേശ രാജ്യങ്ങളിൽ നിന്ന് 2 പേരുടെ സഹായ സഹകരണമാണത്. അവരാണ് നമുക്കത് സ്പോൺസർ ചെയ്തതിന്. തൽക്കാലം എന്തെങ്കിലുമൊക്കെ കൈപിടിച്ച് പോകാം അല്ലേ. അടുത്തതും നമുക്ക് അവർക്കും കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സ്വർഗപുത്രീ നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കും എന്നെ നീ. സ്വർഗപുത്രീ നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കും എന്നെ നീ. സ്വർഗപുത്രീ നവരാത്രി. പാൽക്കടൽ തീരകളിലത്തിയടുത്തനി പുനില പുടവ തൊടുമ്പോ. പാൽക്കടൽ തീരകളിലത്തിയടുത്തനി പുനില പുടവ തൊടുമ്പോ. മെയിൽ തൊടുമ്പോ അഭിനിവേശം അഭിനിവേശം അഭിനിവേശം. സ്വർഗപുത്രീ നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കും എന്നെ. സ്വർഗപുത്രീ നവരാത്രി. കൈകളിൽ മൃഗമത തടികയുമേന്തിനി ഏകയായരികിൽ വരുമ്പോ. കൈകളിൽ മൃഗമത തടികയുമേന്തിനി
രേഖയായരികിൽ വരുമ്പോൾ ദേവി വരുമ്പോൾ നിന്നെ കരവലയത്തിലൊതുക്കുവാൻ ഒന്നു ചുംബിക്കുവാൻ അഭിനിവേശം 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 സ്വർഗപുത്രീ നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കും എന്നെ നീ സ്വർഗപുത്രീ നവരാത്രി. ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? ഈ നിത്യഹരിതയം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? സ്വപ്നങ്ങളുണ്ടോ? പുഷ്പങ്ങളുണ്ടോ? സ്വർണ്ണമരാളങ്ങളുണ്ടോ? വസുന്ധരേ വസുന്ധരേ മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ? ചന്ദ്രകളഭം ചാത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി? എനിക്കിനിയൊരു ജന്മം കൂടി. നീ മധു പകരൂ മലച്ചൊരിയൂ അനുരാഗ പൗർണമിയേ. നീ മധു പകരൂ മലച്ചൊരിയൂ അനുരാഗ പൗർണമിയേ. നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ. നീ മധു പകരൂ മലച്ചൊരിയൂ അനുരാഗ പൗർണമിയേ.
സംഗീതമേ ജീവിതം ഒരു മധുര സംഗീതമേ ജീവിതം ഒരു മധുര സംഗീതമേ ജീവിതം സമ്പത്തും ഭാഗ്യവും ഒന്നിച്ചു ചേർന്നാൽ സങ്കല്പം പോലെല്ലാം സാധിക്കുമെന്നാൽ സമ്പത്തും ഭാഗ്യവും ഒന്നിച്ചു ചേർന്നാൽ സങ്കല്പം പോലെല്ലാം സാധിക്കുമെന്നാൽ സംഗീതമേ ജീവിതം ഒരു മധുര സംഗീതമേ ജീവിതം ഒരു മധുര സംഗീതമേ ജീവിതം ഇല്ലാതനം സ്ഥാനമീ ലോകം എല്ലാം നശിച്ചാലും എന്നാലും മായ സംഗീതമേ ജീവിതം ഒരു മധുര സംഗീതമേ ജീവിതം ഒരു മധുര സംഗീതമേ ജീവിതം ആരാഗത്തിൽ ലേശം അനുരാഗം വേണം ആരോ മലാളൊന്ന് അതേറ്റുപാടേണം ആരാഗത്തിൽ ലേശം അനുരാഗം വേണം ആരോ മലാളൊന്ന് അതേറ്റുപാടേണം കയ്യിൽ കവിതയും മുന്തിരിച്ചാറും കയ്യിൽ കവിതയും മുന്തിരിച്ചാറും കൈവന്നാലീ ലോകം ആർക്കും അന്നേരം രാഗസംഗീതമേ ജീവിതം ഒരു മധുര സംഗീതമേ ജീവിതം ഒരു മധുര സംഗീതമേ ജീവിതം ആശിക്കും രണ്ടു ഹൃദയങ്ങൾ ഒന്നായി ആനന്ദമഞ്ചത്തിൽ വിശ്രമിച്ചെന്നാൽ ആശിക്കും രണ്ടു ഹൃദയങ്ങൾ ഒന്നായി ആനന്ദമഞ്ചത്തിൽ വിശ്രമിച്ചെന്നാൽ ആരും മയങ്ങുമാ പ്രേമത്തിൻ നാളിൽ എന്നാരോ മലാളെ പോലും അനുരാഗമാലരാഗ സംഗീതമേ ജീവിതം ഒരു മധുര സംഗീതമേ ജീവിതം ഒരു മധുര സംഗീതമേ ജീവിതം
கவலையெல்லாம் விட்டுவிட ஆசை கார்குழலின் உலகை கட்டிவிட ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி
സൗഭാഗ്യദായക ശരണം തവ ചരണം ശബരിഗിരീശ്വര സൗഭാഗ്യദായക ശരണം തവ ചരണം തവ പദനളിനി തീർത്ഥത്തിലൊഴുകി തളരത്തെ മമ ഹൃദയം ശബരിഗിരീശ്വര സൗഭാഗ്യദായക ശരണം തവ ചരണം കണ്ണീരു കൊണ്ടൊരു പമ്പയൊഴുക്കാം കരിമല പണി തീർക്കാം കണ്ണീരു കൊണ്ടൊരു പമ്പയൊഴുക്കാം കരിമല പണി തീർക്കാം മനസ്സൊരു ശരംകുത്തി ആനാക്കി മാറ്റാം മകര വിളക്കു തൊഴാം മകര വിളക്കു തൊഴാം ശബരിഗിരീശ്വര സൗഭാഗ്യദായക ശരണം തവ ചരണം ഞാനും ബലഭദ്രാനുജ നിന്നെ പലദിനമായി ഞാനും ബലഭദ്രാനുജ നിന്നെ നല്ല മുടു കാണുന്നു കളിയല്ലേ രുചിക്കുന്നു ലമുടു കാണുന്നു കളിയല്ലേ രുചിക്കുന്നു കാല വിഷമം കൊണ്ടു കാമം സതീച്ചതില്ലേ കാല വിഷമം കൊണ്ടു കാമം സതീച്ചതില്ലേ നീല നീല നീരത വർണ്ണ മൃദുല കമല രുചിര നയന നൃഹരേ നീല നീരത വർണ്ണ മൃദുല കമല രുചിര നയന നൃഹരേ അജിത മാധവ വിഷ്ണു അജിത ഹരേ ജയ മാധവ വിഷ്ണു ദുഃഖിച്ചു ഞാനിന്നിരിക്കയല്ലേ ആരും തരുന്നില്ല മധുരമെനിക്കിന്ന് നീ എനിക്ക് തിരി നൽകിടാമോ മധുരം തിരിയുന്ന വാക്കുണ്ടു ചെന്നാതി മേമ്പൊടിയായിട്ടു എനിക്ക് നൽകാം മഴമേഘക്കൂട്ടങ്ങൾ മാറിച്ചുരത്തുവാൻ മടിയോടെ മാനത്ത് നേരിരുന്നു പാദസ്വരങ്ങൾ ഊരിയെറിഞ്ഞിട്ട് കാട്ടാറുറവയിൽ പോയൊളിച്ചു കയ്യിലെ
കാക്കുണ്ടു ചെങ്ങാതി മേമ്പൊടിയായിട്ടു എനിക്കു നൽകാൻ. ഇത് നമ്മുടെ കൂട്ടുകാരനും കവിയുമായ MC ശശി എഴുതിയ വരികളാണ്. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമോഹമേ. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമോഹമേ. ഏതോ സുഗന്ധരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമോഹനിവേദി. ഏതോ സുഗന്ധരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമോഹനിവേദി. ശീലങ്കകൾ പാടും അരികിലാണോ വിഭജികൾ പാടുന്നു അകലെയാണോ. ശീലങ്കകൾ പാടും അരികിലാണോ വിഭജികൾ പാടുന്നു അകലെയാണോ. വിഷാദരാഗങ്ങളും വിരുന്നുകാര. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമോഹനിവേദി. ഏതോ സുഗന്ധരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ നൃത്തമാടോ കൃഷ്ണ നടനമാടോ കണ്ണ വെണ്ണതര ഗോപാല മുകുന്ദ വെണ്ണതര ഗോപാല. നൃത്തം ഞാനെങ്ങനെ ആടും സഖികളെ. നൃത്തം ഞാനെങ്ങനെ ആടും സഖികളെ. ദേഹം തളരുന്നു നോവുന്നു കാലുകൾ. ദേഹം തളരുന്നു നോവുന്നു കാലുകൾ. നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണതര ഗോപാല മുകുന്ദ വെണ്ണതര ഗോപാല. നൃത്തം ഞാനെങ്ങനെ ആടും സഖികളെ. നൃത്തം ഞാനെങ്ങനെ ആടും സഖികളെ. ദേഹം തളരുന്നു നോവുന്നു കാലുകൾ. ദേഹം തളരുന്നു നോവുന്നു കാലുകൾ. നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണതരാം ഗോപാല മുകുന്ദ വെണ്ണതരാം ഗോപാല. കഴിഞ്ഞ 6 മണിക്കൂർ നേരം നമ്മൾ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും സ്നേഹം പങ്കിട്ടും ഇവിടെ കഴിഞ്ഞു. ഇതിൻ്റെ സമാപന പരിപാടിക്ക് സ്വാഗതം പറയുന്നത് പ്രേമലതയാണ്. പ്രേമലതയെ സ്വാഗതം പറയുന്നതിനായി കഴിയും. നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ
എല്ലാ സുഹൃത്തുക്കളുടെ കുടുംബാംഗങ്ങൾക്കും ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ ഇതുവരെ ഈ മനോഹര തീരത്തിൻ്റെ പല പ്രോഗ്രാമുകളും വളരെ മനോഹരമായിട്ട് ആസ്വദിച്ചിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ ഇനി പൊതുയോഗമാണ്. അപ്പോൾ ഈ പൊതുയോഗത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യക്ഷൻ സുന്ദർലാലിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ യോഗം അവലോകനം ചെയ്യുന്ന NC ശശികുമാറിനെയും സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നന്ദി പറയുന്ന ശശികുമാർ KV കുടക്കൊടി അതുപോലെ ശശികുമാർ KVക്കും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം പറയുന്നു. പിന്നെ ഇതുപോലെ ഈ സമയത്ത് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയറും കൂടി ഞാൻ പറയുകയാണ്. എല്ലാവർക്കും ഒരു സമ്പൽ സമൃദ്ധി, അതുപോലെ തന്നെ നല്ലൊരു ഐശ്വര്യവും അഭിവൃദ്ധിയും ഉള്ള ഒരു നല്ലൊരു ഇയർ എല്ലാവർക്കും വേണ്ടിയിട്ട് ജഗദീശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്നുള്ളതും ആശംസിക്കുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് യോഗത്തിന് വേണ്ടിയിട്ട് അധ്യക്ഷനെ ഞാനിവിടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഓരോ പൂങ്കാങ്കങ്ങളായി നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നു. കെട്ടഴിച്ചിട്ട വർണ്ണമൂലുകൾ പോലെ നമ്മൾ ഓരോരുത്തരും നമ്മളറിയാതെ ഒഴുകി നിറയുന്നു. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും ആദ്യം തന്നെ സ്നേഹം ആശംസിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പരിപാടിയെക്കുറിച്ച് അവലോകനം നടത്തുകയാണെങ്കിൽ കൃത്യമായി ഒരു അവലോകനം നടത്താനൊന്നും ഞാൻ യോഗ്യനല്ല, അതിനുള്ള ആളായിട്ടില്ല. എങ്കിലും എനിക്ക് മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ പറയാം. വളരെ ഭംഗിയായി, വളരെ ശ്രമകരമായൊരു ജോലി വളരെ ഭംഗിയായി നിർവഹിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏകദേശം കൃത്യമായി എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തുകൊണ്ട് നമ്മുടെ സഹപാഠികളെല്ലാം കൃത്യമായി പങ്കെടുത്തുകൊണ്ട് പങ്കെടുത്തെന്ന് പറയുന്നില്ല, പങ്കെടുത്തവർ കൃത്യമായി പങ്കെടുത്തുകൊണ്ട് വളരെ മനോഹരമായി മുന്നോട്ട് നീങ്ങിയ ഈ പരിപാടി അവതരിപ്പിക്കാൻ നമ്മുടെ ഭാരവാഹികൾ എടുത്ത ശ്രമത്തെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കൂട്ടുകാരെയും സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു. നാളെയും നമുക്ക് ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുവാനും നമ്മുടെ സ്നേഹത്തിൻ്റെ ഈ കടൽ പറ്റാതെ സൂക്ഷിക്കുവാനും നമുക്കാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സ്നേഹം. പ്രസിഡന്റായി VK രാമചന്ദ്രൻ, സെക്രട്ടറിയായി EM വിജയകുമാർ, ട്രഷററായി ജേക്കബ്, വൈസ് പ്രസിഡന്റായി KU പ്രേമലത, ജോയിന്റ് സെക്രട്ടറിയായി KV ശശികുമാർ, കമ്മിറ്റി അംഗങ്ങളായി വിശ്വനാഥൻ, NC ശശികുമാർ, രാധാകൃഷ്ണൻ, നാരായണൻ, ഷൈനി, PK സദാനന്ദൻ, ഷാജി കുണ്ടന്നൂർ, സൈനുദ്ദീൻ, OV ദാസൻ, OV ശങ്കരൻ എന്നിവരെ ഈ യോഗം ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു സംഗമം ഉണ്ടായിരുന്നു, 71 ബാച്ചിൻ്റെ. അപ്പോൾ അവർ നടക്കുന്ന സമയത്ത് അവർ 71 ബാച്ചാകുമ്പോൾ എത്ര പൈസ 70 മേലെ. അപ്പോൾ അവർ നടക്കുന്ന സമയത്ത് അവർക്കൊരു 80ഓളം ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ വന്നതൊരു 48 പേരാണ്. അപ്പോൾ ബാക്കിയുള്ളവർ അവിടെ വരാണ്ടിരുന്നതല്ല, പ്രായാധിക്യത്താൽ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇനിയുള്ള കാലങ്ങൾ നമുക്ക് മത്സരിക്കാനുള്ളതല്ല, നമ്മൾ സ്വയം സ്നേഹിക്കാനും അതുപോലെ സന്തോഷിക്കാനും നമ്മളെ സുഖദുഃഖ സമ്മിശ്രമായുള്ള ജീവിതങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള സമയമായിട്ട് നമ്മളെ ഈ ഗ്രൂപ്പിനെ കണ്ടെത്തുക. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ സംഭവിക്കുന്നു.